അതുകൊണ്ടായിരിക്കാം ഈ റോൾ പ്ലേയിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവുക. അതെ, ഫസ്റ്റ് അഭിനയിക്കുന്ന തന്നെ ഈ ഏജിലാണ്. ഒരു ഡോൾസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പ്ലേയിൽ സ്കൂളിൽ എല്ലാ ഏജസിലുള്ള കുട്ടികളും ഉണ്ടായിരുന്ന പ്ലേയിൽ ഞാനൊരു LKG-യിലായിരുന്ന സമയത്ത് ഒരു ബോൾഡ് ഡോളിൻ്റെ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റോക്കിംഗ് ഒക്കെ തലയിലിട്ട് മുട്ടത്തലയാക്കി ഒരു ബോൾഡ് ഡോളിൻ്റെ റോളായിരുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് റോൾ. അങ്ങനെ അവിടെ നിന്നുള്ളൊരു ആ ഒരു എന്താ പറയാ, ആ റോൾ ഭയങ്കര ഹിറ്റായി, അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻ ത്രൂ ആണ് പിന്നെ മൂവിയിലേക്ക് വരുന്നതും എല്ലാം ആ ഒരു ജേർണി അല്ലേ. ഫസ്റ്റ് ചെയ്തത് ജയരാജേട്ടൻ്റെ മൂവി തന്നെയാണ്. മൂവിയുടെ പേര് സ്നേഹം അല്ലേ. അതപ്പോൾ ഏത് പ്രായത്തിലായിരുന്നു? അത് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. 16 എന്നെ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യുക ചെയ്തത് സിനിമയിലോട്ട്. സോ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പൾ വഴിയാണ് സിനിമയിലോട്ട് വരുന്നത്. സോ ദ ഓൺലി തിങ് നളിനി മിസ് ദ പ്രിൻസിപ്പൾ ഓഫ് ഹരിശ്രീ വിദ്യാനിധി ആകെ എന്നോട് പറഞ്ഞൊരു കാര്യം, സ്റ്റഡീസ് സഫർ ചെയ്യരുത്, ഗോ ഹെഡ് ആൻഡ് ഡു വാട്ട് യു നീഡ് എന്നുള്ളത്. സോ ദാറ്റ് ഓൾവേസ് റിമെയിൻഡ്. അതൊരു ഇൻസ്ട്രക്ഷനായിട്ട് റിമെയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് റാങ്ക് വാങ്ങിക്കാൻ പറ്റി ഡിഗ്രി ലെവലിലും. അത് തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തും കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അടുത്ത പ്രചോദി നികേതൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴും അവിടുത്തെ പ്രിൻസിപ്പൾ അന്ന് പറഞ്ഞു, അഡ്മിഷൻ എടുക്കുന്നത് കൊള്ളാം, പക്ഷേ സിനിമയിൽ അഭിനയിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതുപോലും നമുക്ക് ക്ഷമിക്കാം, പക്ഷെ മാർക്സ് സഫർ ചെയ്യരുത്. സോ ദാറ്റ് വാസ് ഓൾവേസ് ദ കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പഠിപ്പും അഭിനയവും ഒരുമിച്ച് വളരെ സ്മൂത്തായിട്ട് നടന്നു. സ്കൂളിൽ നിന്ന് അങ്ങനെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും അത് തന്നെ പറയണ്ടായിരുന്നോ? അവർക്കൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു പഠിപ്പിസ്റ്റായിരുന്നു, ഒരു പുസ്തക പുഴുവായിരുന്നു. കോളേജിൽ നിന്നും സ്കൂളിൽ നിന്ന് അവരുടെ സൈഡിൽ നിന്ന് പറയേണ്ടത് പറയുന്നു. എൻ്റെ പേരൻസിന് അറിയാം. എന്നെ ചില സമയത്ത് കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുക്കുക, കുറച്ച് നേരം ഒന്ന് TV കാണുമെന്ന് പറയേണ്ടി വരുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ബോർഡ് എക്സാംസ്, ICSE എക്സാംസിന് മുമ്പൊക്കെ ഒരു ഒബ്സഷൻ ലെവലിലോട്ട് പോവും എന്തെങ്കിലും ചെയ്യുമ്പോൾ. ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആണ്. അപ്പൊ അത് എന്തെടുത്താലും ആ ഒരു ലെവലിലായിരിക്കും. അത് ബേസിക് നേച്ചറിലുള്ള ഒരു കാര്യമാണ്. ഒരു ഡെഡിക്കേഷൻ കൂടി പോകും. പിന്നെ ഒബ്സഷന്റെ ലെവലിലോട്ട് പോകും. ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആണ്. അപ്പൊ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫീൽ ചെയ്യാറുണ്ടോ ബിറ്റ്വീൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ? No, I don't believe in competition because I don't believe in comparison. Okay. Because ഒന്ന് എനിക്ക് ഒരാളെയും മറ്റൊരാളെയും അല്ലെങ്കിൽ ഏതൊരു സാധനവും മറ്റൊരു സാധനവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. സോ അത് ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു മെൻറ്റൽ ട്രേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കമ്പാരിസൺ കൊണ്ട് എന്താ ഗുണം എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ. ലൈക്ക് വൈ കമ്പയർ? അപ്പോൾ നമ്മുടെ ലോകത്തെ എല്ലാം കമ്പാരിസൺ ബേസ്ഡ് ആണ്. ഇപ്പോൾ സ്കൂളിംഗ് മുതൽ നമ്മൾ റാങ്ക് സിസ്റ്റം ആണെങ്കിലും നമ്മൾ മാർക്സ് കമ്പയർ ചെയ്യും, നമ്മൾ പെർഫോമൻസസ് കമ്പയർ ചെയ്യും. ഇപ്പോൾ അവാർഡ്സ്, എന്ത് ബേസിസിലാണ് നമ്മൾ ആക്ടേഴ്സിനൊക്കെ അവാർഡ്സ് കൊടുക്കുന്നത്? അവരെല്ലാവരും ഒരു റോളല്ലല്ലോ പ്ലേ ചെയ്തത്. ഇപ്പോൾ ഒരു റോള് 4 ആക്ടേഴ്സിനെ കൊണ്ട് ആ റോൾ ചെയ്യിപ്പിച്ചിട്ട് ആരാണ് ആ റോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു ബന്ധമുണ്ട്. ഇത് ഏതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്ത് ഏതൊക്കെയോ ആക്ടേഴ്സിന് ആരൊക്കെയോ വിലയിരുത്തുന്നു, എന്നിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു. ഇറ്റ്സ് അൺനെസസറി. You don't believe in that? I'm saying it doesn't make sense to me. Okay. അവാർഡ്സ് കിട്ടുമ്പോൾ എല്ലാവർക്കും രസമാണ്. ബിക്കോസ് ഇറ്റ് ബൂസ്റ്റ് യുവർ കരിയർ, ഇറ്റ് മേക്സ് യു മോർ പോപ്പുലർ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്രൈറ്റീരിയ. അതായത് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? അതായത് ഇന്ന സിനിമയിൽ ഇന്ന റോള് ചെയ്ത ആളെയും മറ്റ് സിനിമയിൽ വേറൊരു റോള് ചെയ്ത ഒരാളെയും ഇത് 200 അങ്ങനത്തെ പെർഫോമൻസസ് വെച്ച് അതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ 4 പേരിൽ ഇന്ന ആൾക്കാണ് അവാർഡ് എന്ന് പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ് അല്ലേ? ലൈക്ക് അവരെല്ലാവരും വേറെ വേറെ റോൾസ് അല്ലേ ചെയ്തത്. അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിങ്ങളെല്ലാവരും ഒരു സബ്ജക്റ്റ് പഠിച്ചു, നിങ്ങളെല്ലാവരും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കൊടുത്തു, അതിൽ ബെസ്റ്റ് വന്ന ഒരാൾക്ക് ഓക്കെ ക്ലാസ്സിൽ ഫസ്റ്റ് സെയിം. അല്ലെങ്കിൽ 100 മീറ്റർ റേസിൽ എല്ലാവരും ഓടി 100 മീറ്റർ റേസ്, സെയിം ഡിസ്റ്റൻസ്, സെയിം എൻവയറമെന്റ്, സെയിം ക്ലൈമറ്റ്, നിങ്ങൾ ഓടി. സെയിം കാറ്റഗറി, വെയിറ്റ് കാറ്റഗറി, സെയിം ഏജ് ഗ്രൂപ്പ് അല്ലേ? ഇതൊന്നുമില്ലാതെ ആർട്ട്, എൻ്റെ അഭിപ്രായത്തിൽ ആർട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കോമൺ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ദർ ഇസ് നോ കമ്പാരിസൺ. അപ്പോൾ ഒരു ബേസിക് ക്രൈറ്റീരിയ വേണ്ടേ കമ്പയർ ചെയ്യാൻ? എന്താണ് അതിൻ്റെ
ക്രൈറ്റീരിയ. ഇവർ നോക്കുന്നത് ആ ക്യാരക്ടറിന്റെ ഓരോ ക്യാരക്ടറിലാണ് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആൻഡ് ദ വേ ഷീ ഓർ ഹീ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു ഇതിന്റെ അതിന്റെ ഒരു ഡെപ്ത് അത് വെച്ചിട്ടായിരിക്കാം ആ ഒരു അതെ, പക്ഷേ that is not based on another person's portrayal of another character Yeah. which has a different depth in the script itself. പക്ഷേ എത്രയോ അവാർഡ്സ് വാങ്ങിക്കൂട്ടിയ ഒരാളാണ് ലെന. അതെ, പക്ഷെ എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ ഒരിക്കലും അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ സ്റ്റേജിൽ ഇക്കാര്യം സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് എനിക്ക് പലപ്പോഴും എന്നെ കൽപ്പന ചേച്ചിയുടെ പെർഫോമൻസ് വേറെ ഗ്രേറ്റ്സിന്റെ കൂടെ നമ്മൾ ടാലി ചെയ്തിട്ടാണ് 4 nominees ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൻഡ് ദ അവാർഡ് ഗോസ് ടു ലെന എന്ന് പറയുമ്പോൾ ഐ എം ലുക്കിംഗ് അറ്റ് കൽപ്പന ചേച്ചി ചെയ്ത ആ പെർഫോമൻസ്. ഇറ്റ് ഓൾമോസ്റ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് എന്തോ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയിട്ട് ഞാൻ സൈമ അവാർഡ്സിൽ ഇത് ഓപ്പൺലി പോയിന്റ് ഔട്ട് അല്ല, ഐ സെഡ് ഐ ഡെഡിക്കേറ്റ് ദിസ് ടു ഓൾ ദ 4 who were nominated and everybody who acted in there. It's just that this time I am getting it. Okay. Because art I don't think is comparable. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു പാൽപ്പായസം വെച്ചു, എന്നിട്ട് പാൽപ്പായസത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം, എല്ലാവരും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി, ചോക്ലേറ്റ് കേക്കിലെ ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും ഒരേ മോണലിസയുടെ പെയിന്റിങ് ഒരു റീപ്രൊഡക്ഷൻ ചെയ്തു, ഓക്കെ. പക്ഷെ കോമൺ അല്ലാത്ത ആർട്ടിനെ എങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും? അതൊരു there is no competition for in my mind. There might be competition in other people's minds, പക്ഷേ എനിക്കൊരിക്കലും സിനിമ അല്ലെങ്കിൽ ആർട്ട്, ഐ എം ബേസിക്കലി an artist in all rights. റൈറ്റിംഗ് ആയാലും ആക്ടിങ് ആയാലും എല്ലാ രീതിയിലും ആർട്ടിസ്റ്റിക് ഒരു ക്വാളിറ്റി പുറത്തു വരും. അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് ആർട്ട് ഇസ് കമ്പയറബിൾ. അത് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇല്ല. കമ്പയർ ചെയ്യാൻ പറ്റുന്നതിലേ കോമ്പറ്റീഷനുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു ആർട്ട് ഫീൽഡിലുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ സ്റ്റേറ്റ് അവാർഡാണ്, ഇതിനകത്ത് ഒരുപാട് സെറ്റ് ഓഫ് അവാർഡ്സ് ഉണ്ടല്ലേ, എങ്ങനെ അപ്പം ഈ ഒരു ആർട്ട് ഫീൽഡ് ഇപ്പോൾ അവാർഡ് കൊടുക്കാൻ പറ്റുക? അവാർഡ്സ് ഇപ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തോട്ടെ. ഞാൻ എന്നോട് കമ്പാരിസണും കോമ്പറ്റീഷൻ ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ. ഇനിയും സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡ് എനിക്ക് തരികയാണെങ്കിൽ സന്തോഷപൂർവ്വം വാങ്ങിക്കും. അതുകൊണ്ടല്ല, മനസ്സിലായി. അതൊരു പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു കഥാപാത്രത്തിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നത് നോക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ അത് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ആയിരിക്കണം. ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴും യോജിക്കാറില്ലല്ലോ വിത്ത് അവാർഡ്സ്. നമ്മൾ പലപ്പോഴും പറയും, അയ്യോ അവർക്കാണോ കൊടുത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 1-2 ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ കുറച്ച് നാൾക്ക് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. ചിലർ പറയും, ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം. ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. ഇത്തരത്തിലുള്ള കമൻസ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ? സോഷ്യൽ മീഡിയ. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ്വലി പോസ്റ്റ് ചെയ്യുന്നത്? സയൻറ്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫേമസ് ആർട്ടിസ്റ്റ്, പ്രൊഫസേഴ്സ്, അവരൊക്കെയാണോ? അല്ല. സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമൻറ്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് ഫൈറ്റർ പൈലറ്റ്സ്, ആസ്ട്രോനോട്ട്സ്, സയൻറ്റിസ്റ്റ്, റൈറ്റേഴ്സ്, ഓത്തേഴ്സ്, പോയറ്റ്സ്, ഭയങ്കര വേറെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഫോർ റൈറ്റിംഗ് സച്ച് എ ബുക്ക്, ഈ ബുക്ക് വായിച്ചിട്ട് ഇൻ്റർവ്യൂസ് കണ്ടിട്ട് അവരുടെ ലൈഫ് മാറി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്, ഇറ്റ് ബ്രോട്ട് സോ മച്ച് ക്ലാരിറ്റി ടു മൈ ലൈഫ്. എനിക്കൊരുപാട് സാന്ത്വനം കിട്ടി, എനിക്കൊരുപാട് എൻ്റെ ലൈഫിലേക്ക് ഒരു മാർഗനിർദ്ദേശം കിട്ടി. കുറേ ആൾക്കാർക്ക് സ്പിരിച്വലി അവരുടെ സ്പിരിച്വൽ സെർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ധൈര്യം കിട്ടി. ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഇവിടെ ഉണ്ടായ കോലാഹലവും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന പിന്നെ ട്രോളന്മാർ എല്ലാവരും ചെയ്ത ഒരു ഉപകാരം എന്ന് പറയുന്നത്, ഇവർ ബഹളം വെച്ചതുകൊണ്ട് സാധാരണ സോഷ്യൽ മീഡിയ അധികം ശ്രദ്ധിക്കാത്ത ഈ വേറെ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. ഇവരിവിടെ വെച്ച ബഹളം കാരണം ഒരുപാട് അവയർനെസ് ഉണ്ടായി. അത് കാരണം എൻ്റെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഓൾ ഇന്ത്യ ആമസോൺ നാഷണൽ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലെത്തി. ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലെത്തിയിട്ട് പെൻഗ്വിൻ ബുക്സ് അത് ടേക്ക് ഓവർ ചെയ്തു. സോ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തു ബുക്ക്.
അതിനുശേഷം ഇപ്പോൾ DC ബുക്സ് മലയാളത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പേരിൽ പ്രകാശ് ചങ്ങമ്പുഴ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പി ഇറക്കി. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ട് പ്രശാന്ത് നായർ എന്ന ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോനോട്ട് എൻ്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അദ്വൈത വേദാന്തമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്, ഇത്ര ക്ലാരിറ്റിയോട് പറയാൻ പറ്റുന്നല്ലോ എന്ന് പറഞ്ഞ് ആ ബുക്ക് വാങ്ങി വായിക്കുകയും ഇൻ്റർവ്യൂസ് കാരണം എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവാൻ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും? വെരി ട്രൂ. ആദ്യം മുതലേ ലെന ഇത്രയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നോ സോഷ്യൽ മീഡിയനെ, അതോ ത്രൂ ഔട്ട് അല്ലെങ്കിൽ പല എക്സ്പീരിയൻസിൽ നിന്നോ കുറേ ലേറ്റർ ഓൺ ആണ് ഇങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയത്? എൻ്റെ സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് അറിയാം, ഐ ഡു നോട്ട് ഫോളോ എനിബഡി. എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഐ ഡോണ്ട് ഫോളോ എനി വൺ ഓൺ ഇൻസ്റ്റഗ്രാം, ഐ ഡു നോട്ട് ഫോളോ എനി വൺ ഓൺ ഫേസ്ബുക്ക്, ആൻഡ് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ സോ. വൈ? It's a one-way traffic. I am an influencer. I am not being used by social media. I post on social media. I do not sit and watch social media. Okay. Because social media is a tool for business, really. അത് ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇറ്റ്സ് എ ബിസിനസ് ടൂൾ. അത് യൂസ് ചെയ്യുന്നവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. അവരവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദിവസം മുഴുവനും ഇരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്യുന്നവർ അവരുടെ ലൈഫ് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറയേണ്ട ഒരു അവയർനെസ് കാര്യം തന്നെയാണ്. അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ലൈഫ്. ഇവരവിടെ പോയി, ഇവിടെ പോയി, ട്രാവൽ ചെയ്തു, എനിക്ക് അവിടെ പോകണം, ഇവരിങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു, എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടണം. നമുക്കറിയാം നമ്മുടെ മിക്ക ഡ്രസ്സസും സ്പോൺസേർഡാണ്, നമ്മുടെ ഔട്ട്ഫിറ്റ്സ് സ്പോൺസേർഡാണ്, നമ്മുടെ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരാൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ ഡ്രസ്സിന് പൈസ ചിലവാക്കി, ഈ ഓർണമെൻറ്റ്സിന് ചിലവാക്കി, മേക്കപ്പ് ചെയ്ത്, ഹെയർ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഇൻ റിയൽ ലൈഫ്. മലയാളികൾക്ക് ഏറെ സുപരിചിതയും പ്രിയങ്കരിയുമായ നടി ലെനയുടെ മുൻജന്മ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാകുന്നു. ചെറുപ്പം മുതൽ സിനിമയിലെത്തി ഇന്നും സജീവമായി തുടരുന്ന താരം കഴിഞ്ഞ ജന്മത്തിൽ താനൊരു ബുദ്ധ സന്യാസിയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് മുൻപ് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇതിന്റെ പേരിൽ താരത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയ ട്രോളുകളും നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ ആ വെളിപ്പെടുത്തലിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ലെന. താൻ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യാറുള്ള ആളാണെന്നും ആഴത്തിലുള്ള മെഡിറ്റേഷനിലൂടെ തനിക്ക് ലഭിച്ച ഒരു ദർശനമായിരുന്നു ആ മുൻജന്മ കാഴ്ചയെന്നുമാണ് ലെന വ്യക്തമാക്കുന്നത്. പൂർവ്വജന്മത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആരും അംഗീകരിക്കുന്നില്ലെന്ന് പറയാനാവില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്താലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. സയൻസ് എന്തെങ്കിലും അത് തെളിയിക്കുന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ബുദ്ധ സന്യാസിയായിരുന്നു. മരിക്കുമ്പോൾ 63 വയസ്സായിരുന്നു. ടിബറ്റിൽ വെച്ച് തെറാപ്പി ഒന്നും എടുത്തിട്ടല്ല അത് ഞാൻ മനസ്സിലാക്കിയത്. മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിഷനാണ് അത്. പൂർവ്വജന്മം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം ആകെ താറുമാറാകാതെ ഇരിക്കാൻ നോക്കണം. കാരണം എല്ലാവർക്കും ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റണമെന്നില്ല. ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ താങ്ങാൻ പറ്റാത്തവരാണ് മിക്കവരും. സ്ട്രെസ്ഫുൾ ആണെന്ന് പറയും. അങ്ങനെയുള്ളപ്പോൾ മുൻജന്മം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ആണ്, പക്ഷേ ഒന്നും പെൻഡിങ്ങുമല്ല, കൺഫ്യൂഷൻസും ഇല്ല. കാര്യങ്ങളുമൊക്കെ മനസ്സിലായി. എന്നാലേ മുൻജന്മത്തിലെ ഓർമ്മകൾ ഓപ്പൺ ആവൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് താങ്ങാനാവില്ല. ആദ്യ ഭർത്താവിനോട് ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കത് റിലേറ്റ് ആയില്ല. പിന്നീട് ഫാമിലി ഇടപെട്ടു. ഞാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഒടുവിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. സ്പിരിച്വാലിറ്റി എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ലല്ലോ. അന്ന് എൻ്റെ കുടുംബമാണെങ്കിൽ ഇന്ന് മലയാളികൾ അതേ പ്രശ്നം വന്നു. ഇതെന്താ പറയുന്നതെന്ന് തോന്നി. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല അത്. എല്ലാവർക്കും കിട്ടുന്ന അനുഭവമല്ല. എല്ലാവരും ഒരു ഫ്രീക്വൻസിയിലല്ല. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതിയല്ല ഇതെല്ലാം പറയുന്നത്, ലെന പറയുന്നു. മലയാളം വായിക്കാൻ തനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും ഇന്ത്യയിൽ പല സ്ഥലത്താണ് താൻ വളർന്നതെന്നും നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഗുവാഹട്ടി, കൊച്ചി, തൃശൂർ, ബോംബെ, ബാംഗ്ലൂർ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ഞാൻ ജീവിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ മലയാളത്തിലെ ബേസ് വളരെ കുറവാണ്. ഞാൻ ICSE സിലബസ് ആണ് പഠിച്ചത്. എൻ്റെ അച്ഛൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പോൾ എനിക്ക് മലയാളത്തിന് മേൽ കമാൻഡ് ഇല്ല. എഴുതാനും വായിക്കാനും അറിയില്ല. മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ
സംസാരിക്കാൻ അറിയാം. എൻ്റെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. ഞങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ആംഗ്ലോ ഇന്ത്യൻ ആണ്. ഞാൻ 12ാമത്തെ വയസ്സിലാണ് മലയാളം സംസാരിച്ചു തുടങ്ങിയത്. എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ ഹിന്ദി പറയുന്ന കേട്ടാൽ ഒരു മലയാളി ഹിന്ദി പറയുന്നത് പോലെ ആയിരിക്കരുത്. തമിഴ് പറയുമ്പോഴും മറ്റു ഭാഷകൾ കലർന്ന് സംസാരിക്കുന്നത് പോലെ ആകരുത്. ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളത്തിന്റെ ചൊവ വരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്നും ലെന പറയുന്നു.